Can you see the screen, Kanamo? Yeah. Okay, so we'll continue with John's Gospel, chapter 3, and the 14th verse, modelulla verses we will see. 14b, the 14th first part we dealt last week. Moshe Marubhumiyil സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ട് മുതൽ we'll read. മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. The Son of Man must be lifted up so that whoever believes in him will have eternal life. So നിത്യജീവൻ അല്ലെങ്കിൽ eternal life എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. The Son of Man must be lifted up that everyone who believes in him may have eternal life. So we all know, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതും ആ ബ്രോൺസ് സർപ്പന്റ്, ആ പിത്തള സർപ്പം എന്ന് പറയുന്നത് കുരിശിനെ കാണിക്കുന്നു. കുരിശിൽ കർത്താവായ യേശുക്രിസ്തു പാപത്തിന് പരിഹാരമായിട്ട് മരിച്ച മരണത്തെ കാണിക്കുന്നു. അതിലേക്ക് നോക്കുന്നവർക്കെല്ലാം നിത്യജീവൻ ഉണ്ട് എന്ന ആ പ്രോമിസ് ആണ്. So what is the purpose of the cross? We were all involved and indulged in sin, helpless as we were, enemies as we were, rebels as we were, sinners as we were. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. റോമർ 3:23. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവർ ആയിത്തീർന്നു. For all have sinned and come short of the glory of God. See, this is our plight. ഇതാണ് നമ്മുടെ പ്ലേറ്റ്. നമ്മൾ പാപത്തെ കുറിച്ചും എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. So this is what we need to understand, that നാം എന്തെങ്കിലും തെറ്റ് അല്ലെങ്കിൽ ഒരു പാപം ചെയ്യുന്നത് കൊണ്ടല്ല നാം സിന്നേഴ്സ് ആവുന്നത്, നാം പാപികളാവുന്നത്. ഡെഫിനറ്റ്ലി നമ്മളുടെ പാപ സ്വഭാവം ഡെഫിനറ്റ്ലി നമ്മുടെ പാപം എന്ന് പറയുന്ന നമ്മൾ ചെയ്യുന്ന പാപ പ്രവർത്തികൾ ഡെഫിനറ്റ്ലി അത് ദൈവസന്നിധിയിൽ അക്കൗണ്ടബിൾ ആണ്. പക്ഷെ എന്തുകൊണ്ട് നാം ആക്ച്വലി ആ പാപം ചെയ്യുന്നു എന്നുള്ളത് ഇസ് ബേസിക്കലി ബിക്കോസ് നമ്മൾക്ക് ആ പാപ സ്വഭാവം ഉള്ളത് കൊണ്ടാണ്. All have sinned and fallen short of the glory of God എന്ന് ദൈവം പറയുമ്പോൾ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്, ദൈവത്തിന്റെ ആ ഹോളിനെസ് വെച്ച് നോക്കുമ്പോൾ നാം എല്ലാവരും വി ഹാവ് ഫോളൻ ഷോർട്ട്. ആ ഹമാർട്ടോസ്, ആ സെൻട്രൽ പോയിന്റിൽ കൊള്ളാതെ ബാക്കി എവിടെ വേണേ കൊള്ളുക, എവിടെ ആണെങ്കിലും കൊള്ളുന്ന സിറ്റുവേഷൻ. കാണാമോ? Okay, so ആ പാപ സ്വഭാവം മൂലമാണ് നാം ആക്ച്വലി പാപികളാവുന്നത്. Romans chapter 5 verse 8 പറയുന്ന പോലെ, but God demonstrates his love towards us in that while we were still sinners Christ died for us. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. In verse 10 we read that when we were still his enemies, our friendship with God was restored. നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് മരിച്ചിരിക്കയാൽ അവനോടുള്ള സഖിത്വം റിസ്റ്റോർ ചെയ്തിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. സംഖ്യാപുസ്തകം 21-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ഈ ഇൻസിഡന്റ് കാണുന്നത്. ആ പോയിസണസ് സ്നേക്സ്, ആ വിഷസർപ്പങ്ങൾ വന്ന് ഇസ്രായേൽ മക്കളെ കടിക്കുമ്പോൾ ഒരു പിത്തള സർപ്പം, ഒരു ബ്രോൺസ് സർപ്പന്റിനെ മൗണ്ട് ഹെബ്രണില് മോശ ഉയർത്തുന്നു. അപ്പോൾ ആക്ച്വലി ദൈവത്തിന് വേണമെങ്കിൽ ഇവർ അനുദപിക്കുന്നുണ്ട്. ഈ ഇസ്രായേൽ മക്കൾ ഞങ്ങൾ ദൈവത്തോട് റിബൽ ചെയ്തു, ഞങ്ങൾ ദൈവത്തിന് എതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് മോശയോട് അവർ അനുദപിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് ആക്ച്വലി വേണമെങ്കിൽ ആ അനുതാപം കണ്ടിട്ട് ഈ പോയ്സണസ് സ്നേക്സ്, വിഷസർപ്പങ്ങളെ എടുത്ത് മാറ്റാമായിരുന്നു. ദൈവം ആ വിഷസർപ്പത്തെ എടുത്ത് മാറ്റാതെ വേറെ ഒരു റിഡംഷൻ പ്രോസസ് ആണ് ദൈവം അവിടെ കാണിച്ചു തരുന്നത്. ദൈവം
നമ്മുടെ ജീവിതത്തിൽ നാം രക്ഷിക്കപ്പെടുന്ന ഓരോ അവസരത്തിലും രക്ഷിക്കപ്പെട്ട ആ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് he could have just taken away sin from us. He could have just taken away rebellion from us. But then we would have been like robots. അല്ലെ, നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചു, നമ്മുടെ ഉള്ളിലുള്ള പാപ സ്വഭാവം എല്ലാം പോയി. ദൈവം പറയും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ദൈവത്തെ അനുസരിക്കുക മാത്രമേ സാധിക്കുകയുള്ളൂ. we would have been obliged to do what is right and right alone. നമുക്ക് ഒരു ചോയ്സും വരുന്നില്ല. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും രീതിയിൽ ഒരു ടെംപ്റ്റേഷൻ വരുമ്പോൾ നമ്മൾ അതിനോട് നോ പറഞ്ഞ് ദൈവത്തെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതാണോ, അതോ നാം അങ്ങനെ നമുക്ക് വേറെ നോ പറയാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണോ ബെറ്റർ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, ഞാനിപ്പോ ഒരു റോബോട്ടിനെ ഡിസൈൻ ചെയ്തു എന്ന് വിചാരിക്കാം. I have designed it in such a way that whenever I come home, ഞാൻ വീട്ടിൽ വരുന്ന ഓരോ സമയത്തും ആ റോബോട്ട് runs towards me and hugs me and says I love you. അപ്പോൾ ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മക്കള് അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുക. ആ കളിച്ചോണ്ടിരിക്കുന്ന മക്കൾ ഓടി വന്ന് എൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് അപ്പ എന്ന് പറഞ്ഞ് എന്നെ സ്നേഹിക്കുന്നതാണോ, അതോ ഈ റോബോട്ട് എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നതാണോ എനിക്ക് സന്തോഷം തരുന്നത്? ഡെഫിനറ്റ്ലി എന്റെ മക്കള് എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? See, I have designed the robot. I have designed it in such a way that it should come and hug me when I come home. ആ റോബോട്ടിന് അതിനകത്ത് ഒരു ചോയ്സും വരുന്നില്ല. അതേസമയം എന്റെ മക്കൾക്ക് ഒരു ചോയ്സ് ഉണ്ട്. They are playing, അല്ലെ they are watching TV, അല്ലെ they are studying something. ആ സമയത്ത് ഞാൻ വരുമ്പോൾ അവര് ചൂസ് ചെയ്ത് എന്നോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ എനിക്ക് അത് തരുന്ന സന്തോഷം, that is more than what I would expect to have when this robot comes and hugs me. The robot can only do that. The robot can only is designed so much so that it can only come and hug me when I come home. പക്ഷേ my children have a choice. They can choose not to come and hug me. They can choose to come and hug me. Okay, so that is what God wants us to have. A willingness, a choice to say no to sin, to say no to all our rebellion, to say no to our anger, to say no to our lustful desires, to say no to our selfishness and pride, and focus on God. That is actually what God desires. Now let's look into eternal life. 4 points ആണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. First point is this, and this is eternal life, that they might know you, the only true God, and Jesus Christ whom thou hast sent. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം മലയാളത്തിലൂടെ ഒന്ന് വായിക്കുന്നു. യോഹന്നാൻ 17:3. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. Eternal life is knowing God, knowing the author of our life, knowing the purpose of our very own life. കർത്താവിനെ അറിയുന്നതാണ് ആക്ച്വലി, അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചവനായ, നമ്മളുടെ ജീവിതം പടച്ചവനായ ഈ ദൈവത്തെ അറിയുന്നതാണ് ആക്ച്വലി നിത്യജീവൻ. Jesus answered, I am the way, the truth and the life. No one goes to the Father except through me. John 14:6. I am the way, the truth and. കർത്താവിലൂടെ അല്ലാതെ ദൈവത്തിങ്കിലേക്ക് എത്തുവാൻ, പിതാവിങ്കിലേക്ക് എത്തുവാൻ സാധ്യമല്ല. സോ ദൈവത്തെ അറിയാൻ ലഭിച്ചിരിക്കുന്ന ഈ ഭാഗ്യമാണ് ആക്ച്വലി നിത്യജീവൻ. ഈ അവസ്ഥയാണ് ആക്ച്വലി നിത്യജീവൻ. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മളെ തന്റെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. In his own image and likeness he created us. But then man sinned and chose to rebel against God. And then we see God coming down to earth and trying to talk to Adam and Eve. God is waiting to reveal himself to each one of us. But we in our rebellion say that no, എൻ്റെ ലൈഫിന്റെ ഡ്രൈവിംഗ് സീറ്റ് എനിക്ക് തന്നെ മതി.
John chapter 14 verse 7 പറയുന്നത്, if you really know me, you will know my father as well. കർത്താവിനെ അറിയുന്നതാണ് പിതാവിനെ കർത്താവിനെ അറിയുന്നതും പിതാവിനെ അറിയുന്നതും സെയിം ആണ് എന്നാണ് അവിടെ പറയുന്നത്. 7ാമത്തെ വാക്യം, നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ no one has come to the John chapter 14 verse 6 നമ്മൾ വായിക്കുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുക. അപ്പൊ പിതാവിന്റെ അടുക്കലേക്ക് എത്തുക എന്നുള്ളതാണ്, എത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ച് നിത്യജീവൻ. ദി പേർപ്പസ് ഓഫ് ഹിസ് ലൈഫ് അതാണ് പിതാവിനെ അറിയുക എന്നുള്ളത്. അതിനൊരു മുഖാന്തരമാണ് പുത്രൻ എന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാവുന്നത്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും, 7ാമത്തെ വാക്യം 14:7, എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. 9ാമത്തെ വാക്യം പറയുന്നത്, യേശു അവനോട് പറഞ്ഞു, ഫിലിപ്പോസിനോട് പറയുകയാണ്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. He who has seen me has seen the Father. John 14:9. Verse 10 പറയുന്നത്, my purpose is to give them rich and satisfying life. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. അപ്പോ ജോൺ ചാപ്റ്റർ 14 verse 10 നമ്മൾ വായിക്കുന്നത്, ബിലീവ് you that I am in the Father and the Father is in me. The words that I speak to you, I speak not of myself, but the Father that dwells in me, he does the work. അപ്പോ എന്റെ ജീവിതത്തെ കുറിച്ചുള്ള, അല്ലെങ്കിൽ കർത്താവിന്റെ ജീവിതത്തെ കുറിച്ചുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പിതാവിങ്കിലേക്ക് പോയിന്റ് ചെയ്യുക, പിതാവിങ്കിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുക എന്നുള്ളതാണ് പുത്രന്റെ പ്രധാനമായിട്ട് ഉള്ള ഉദ്ദേശം. കർത്താവ് നമുക്ക് പ്രോമിസ് തന്നിരിക്കുന്നത് ജോൺ ചാപ്റ്റർ 10 verse 10, the thief comes to steal and destroy, but I have come that you may have life and life in its abundance. ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകും. റിച്ച് ആൻഡ് സാറ്റിസ്ഫൈങ് ലൈഫ്, an abundant life, അബണ്ടൻസോടുകൂടിയുള്ള ഫുൾനെസ്, ലൈഫ് ഇൻ ഇറ്റ്സ് ഫുൾ മീനിങ്. ജീവിതത്തിന് അതിന്റെ യഥാർത്ഥമായ ഉദ്ദേശത്തോടു കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് ആക്ച്വലി നിത്യജീവൻ. ലൈഫ് ആസ് വാട്ട് ഇറ്റ് ഈസ് മെന്റ് ടു ബി. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്, അല്ല, നിത്യജീവൻ എന്ന് പറയുന്നത് ഇസ് നോട്ട് സംതിങ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഇൻഹെറിറ്റ് വെൻ വി ഡൈ ആൻഡ് ഗോ ടു ഹെവൻ. അത് ഡെഫിനറ്റ്ലി അതിനകത്തൊരു പാർട്ടാണ്. പക്ഷേ you are actually living that eternal life എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. When we are born again, when we have believed in Christ, we have crossed from death to life എന്നാ പറയുന്നത്. We have started our new life, all made new. It has gone. The new heart of stone മാറ്റി heart of flesh നമുക്ക് തന്നിരിക്കുകയാണ്, wherein we can see God, wherein we can look unto God. So the purpose of our life is actually to seek God. ദൈവത്തെ അന്വേഷിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. ആ ജീവിതം അതിന്റെ പൂർണ്ണമായ എസൻസിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് നിത്യജീവൻ. So seeking God, finding God, knowing God is eternal life. Do we know Him? Do we seek Him? Do we want to know Him? That is the question that I would leave with you. So that is the first point. നിത്യജീവൻ എന്ന് പറയുന്നത് നമ്മുടെ പിതാവിനെ അറിയുക എന്നതാണ്. രണ്ടാമത്തെ പോയിന്റ്, I give them eternal life. John chapter 10 verses 28 to 30. I give them eternal life and they shall never perish. No one will snatch them out of my hand. My Father who has given them to me is greater than all. No one can snatch them out of my Father's hand. I and the Father are one. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു,
അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. So the second point is that eternal life is the assurance that I will not perish. ഇതിനകത്ത് നമ്മൾ വായിക്കുന്നത് ഇപ്പോ ഇതാണ് ഞാനെങ്കിൽ കർത്താവിന്റെ കയ്യിൽ, വീഡിയോ കാണാമോ? എന്നെ കാണാമോ? സ്ക്രീൻ കാണാം. സ്ക്രീൻ കാണാം. സ്ക്രീനേ ഉള്ളൂ. ഓക്കെ, എന്നാ പൊട്ടാറില്ല. ഓക്കെ ഓക്കെ ലീവ് ഇറ്റ്, കുഴപ്പമില്ല. അപ്പോ ഇതിനകത്ത് പറയുന്നത് വി ആർ ഇൻ ജീസസ് പാംസ് എന്നാണ് പറയുന്നത്. കർത്താവിന്റെ കരത്തിനുള്ളിലാണ് നമ്മളെ ഓരോരുത്തരെയും വെച്ചിരിക്കുന്നത് എന്നുള്ള പ്രോമിസ് ആണ്. അതിന്റെ താഴെ പിതാവ്, എല്ലാത്തിലും വലിയവനായ പിതാവിന്റെ കരവും വരുന്നു. പിതാവിന്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിപ്പാൻ സാധിക്കും. So we are safe in the arms of Jesus. We are safe in the arms of the Father എന്നുള്ള ഒരു അഷ്വറൻസ് ആണ് നിത്യജീവൻ. Eternal life is the assurance that I will not perish. അതാണല്ലോ നമ്മൾ ഇവിടെ വായിച്ചത്. I give them eternal life and they shall never perish. അപ്പോ ആ സേഫ് ഇൻ ദി ആംസ് ഓഫ് ജീസസ് എന്നുള്ള ആ പാട്ട്, യേശു കയ്യിൽ മാ സ്വൈരം, അതിന്റെ ഒന്ന് രണ്ട് വേഴ്സസ് ഞാൻ വായിക്കാം. യേശു കയ്യിൽ മാ സ്വൈരം, തൻ മാർവിൽ എൻ ക്ഷേമം, തൻ സ്നേഹത്തണലിൽ എൻ ദേഹി മേവവും സ്വസ്ഥം. So we rest in the presence of God. സ്നേഹത്തണലിൽ ദേഹി മേവവും സ്വസ്ഥം. യേശു കയ്യിൽ മാ സ്വൈരം, ആകുല വിഹീനം, ലോക പരീക്ഷ പാപം ദ്രോഹിച്ചിടാൻ. The world cannot touch us, the evil one cannot touch us, no one can snatch us from the arms of Jesus or nor from the arms of the Father. That is the assurance that we have. John chapter 3 verse 16, for God so loved the world that he gave his only begotten son, whosoever believeth in him shall not perish but have everlasting life. നമ്മൾ ആരും പെരിഷ് ചെയ്ത് പോകത്തില്ല എന്നുള്ള ആ ഒരു ഉറപ്പ്, അതാണ് ആക്ച്വലി എവർലാസ്റ്റിംഗ് ലൈഫ്, അതാണ് ആക്ച്വലി നിത്യജീവൻ. ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 18 നമ്മൾ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാൻ 3:15 നമ്മൾ വായിച്ചു നിർത്തിയത്. 16 നമ്മളിപ്പോൾ വായിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. 17-ാമത്തെ വാക്യം, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. 18-ാമത്തെ വാക്യം, he that believes in him is not condemned. There is no judgment. There is no condemnation for those who are in Christ Jesus, who do not walk according to the flesh but according to the Spirit. Romans chapter 8 verse 1. ഒരൊറ്റ രീതിയിലും ആർക്കും നമ്മളെ ന്യായം വിധിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അക്യൂസർ അവിടെ നിന്ന് പല കാര്യങ്ങളും പറയുമ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം ഓരോരുത്തരും കഴുകി വെടിപ്പാക്കപ്പെട്ടവരാണ് എന്നുള്ള ആ ഒരു അഷ്വറൻസ്, അതാണ് ആക്ച്വലി നിത്യജീവൻ. വാട്ട് ഈസ് ജഡ്ജ്മെന്റ്? നമ്മൾ ജഡ്ജ്മെന്റിനെ കുറിച്ചും കണ്ടംനേഷനെ കുറിച്ചും നമ്മൾ പറഞ്ഞല്ലോ. ന്യായവിധി എന്നതോ, 19-ാമത്തെ വാക്യം 3:19, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിക്കാം. ജോൺ ചാപ്റ്റർ 3 verse 19. And the judgment is based on this fact: God's light came into the world, but people loved the darkness more than the light, for their actions were evil. So let's look into our lives. We claim that we have been saved by His grace. We claim that we have come out of death, from darkness to life, to light. Do we still desire for those things of the darkness? എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിക്കുന്നത്. മാത്യു ചാപ്റ്റർ 25 verse 46, and these will go away into eternal punishment, but the righteous into eternal life. ഒരൊറ്റ പണിഷ്മെന്റ്, ഒരൊറ്റ ന്യായവിധി, ഒരൊറ്റ കണ്ടംനേഷൻ നമ്മുടെ നേരെ ഉയരുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള ഉറപ്പാണ്
നമുക്ക് നിത്യജീവനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. From death to life. We have passed from death to life. The assurance that we have, that is eternal life. So that is the second point I wanted to highlight. The first point is that eternal life is knowing God. The second point is that eternal life is the assurance that I will not perish. മൂന്നാമത്തെ point is Romans chapter 6 verse 27. But now that you have been set free from sin and have become slaves of God, the fruit you get leads to satisfaction and its end, the eternal life. Romans chapter 6 verse 27-28 കൂടെ ഞാൻ ഇന്ന് വായിക്കുന്നു. Sorry, 22 തന്നെയായിരുന്നേ. Sorry, my mistake. So Romans chapter 6 verse 22 says that you have been set free from sin and have become slaves of God, and that is eternal life. Eternal life is the ability to live a life free from the power of sin. I did not say eternal life is the ability to live a life free from sin. I said eternal life is the ability to live a life free from the power of sin. We have been set free from sin. നമ്മൾ ഓരോ സ്ട്രഗിൾസും, നമ്മൾ ഓരോ ഇഷ്യൂസിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ we have to realize this fact that we have been set free. It is the truth. Whatever against this is a lie from the devil. Every time we sin, the guilt comes in and says, the evil one comes in and says that you have sinned. You have failed him again. You are not fit to be called a righteous one. You are not fit enough to be called a child of God. But tell him on his face, I am set free from the power of sin and I have become a slave of God. So eternal life is the ability to live a life free from the power of sin. John chapter 8 verse 32, the truth then you will know the truth, and the truth shall set you free. And what is truth? Very truly, I say to you, anyone who sins is a slave to sin. And what is truth? I am the way, the truth, and the life. Jesus Christ sets us free. Jesus Christ sets us free, and that is the truth. And that Jesus Christ sets us free from the power of sin is the truth that we need to understand. We need to register that in our mind. നമ്മളുടെ ഹൃദയത്തിൽ അടിവരയിട്ട് ഉറപ്പിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം മൂലം നാം ഓരോരുത്തരും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. അതിന് ഒരു സംശയവും ഇല്ല. It is from this aspect. നമ്മൾ ഒരു സ്ലേവറി ടു സിന്നിൽ നിന്നാണ് സ്ലേവ്സ് ഓഫ് ഗോഡ് ആയി തീർന്നത് എന്നുള്ള കാര്യം നാം ഓർക്കണം. 2 കൊരിന്ത്യർ 3:17-18 ഒന്ന് വായിക്കുന്നു. So all of us who have had that veil removed can see and reflect the glory of God. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. Where the spirit of the Lord is, there is freedom. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. We are being transformed into his likeness. The veil has been removed. The Spirit has set us free. We need to understand that eternal life is the ability to live a life free from the power of sin. Eternal life is freedom from the power of sin. Fourth point, 1 John chapter 2 verse 24-25. Let what you heard from the beginning abide in you. If what you have heard from the beginning abides in you, then you too will abide in the Son and in the Father. And this is the promise that he made to us, eternal life. Eternal life is fellowship with the Father, Son and Holy Spirit. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞതിനോട് വളരെയധികം താതാത്മ്യമാണ്. Eternal life is knowing God എന്ന് പറഞ്ഞതുപോലെ eternal life is abiding in him. Eternal life is having fellowship with him എന്നുള്ള കാര്യം.
യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് മലയാളത്തിൽ വായിക്കാം. യോഹന്നാൻ 17:21. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന്. ഇത് കർത്താവ് ഹൈ പ്രീസ്റ്റ്ലി പ്രെയർ പ്രാർത്ഥിക്കുകയാണ്. അതായത് നമ്മള് the tripartite nature of human being is being one with the triune God. അതാണ് ആക്ച്വലി, അതുകൊണ്ടാണ് ദൈവം നമ്മളെ 3 എൻറ്റിറ്റീസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് നമ്മളെ ആക്ച്വലി സൃഷ്ടിച്ചത്. ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിന് മുന്നേ അവര് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം നമ്മളിലേക്കും വ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മളെ ദൈവം ക്രിയേറ്റ് ചെയ്തത്. ആ ഒരു ഫെലോഷിപ്പിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ പാപം ചെയ്തപ്പോൾ ആ ഫെലോഷിപ്പ് മുറിഞ്ഞുപോയി, ആ ഫെലോഷിപ്പ് ബ്രേക്ക് ചെയ്തു പോയി. വീണ്ടും അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിത്യജീവൻ നമുക്ക് നൽകിയിരിക്കുന്നത്. യോഹന്നാൻ 17:21 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. Just as God the Father, God the Son, and God the Holy Spirit is one, we also should be one, and we also together would be one with God. What an amazing privilege is this, my dear brothers. അതാണ് ആക്ച്വലി നിത്യജീവൻ. 17-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ചെയ്യുന്നു. So Christ's desire is that we all would sit with him, we all would be one with him, that we all would see the glory of the Father. What an amazing privilege this is. So this is eternal life. Eternal life എന്ന് പറയുന്നത് നമ്മൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ തുടങ്ങുന്ന ഒരു കാര്യമാണ് എന്നുള്ള ഒരു വിദ്യാധാരണയിൽ നിന്ന് മാറി. Eternal life is knowing God. Eternal life is living a life that is free from the power of sin. Eternal life is the assurance that I will not perish, I shall not be condemned. And eternal life is abiding in Christ, abiding in the Father, abiding with the Holy Spirit. And together we would be one with God and see the glory of God. Can we tell, like Simon Peter, Lord, to whom shall we go? ഞങ്ങൾ ഇനി എവിടെ പോകാനാ? In your words there is eternal life. ഞങ്ങൾക്ക് ഇനി വേറെ ഒരിടത്തും പോകാനില്ല കർത്താവേ. Eternal life we are experiencing in your presence. Eternal life is now. Eternal life is much more than we dream of. Eternal life has actually started. Eternal life is now. Jesus said, the one who believes in me will live even though they die. അതാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസ്. നമ്മൾ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ആക്ച്വലി നമ്മുടെ ജീവിതം, നിത്യജീവൻ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത്, മരിച്ചിട്ട് വീണ്ടും പുനർജനിക്കും എന്നുള്ള പോയിന്റ് എന്നല്ല കർത്താവ് ആക്ച്വലി പറയും. Even though they die, they will live because they believe in me. What a privilege. This is eternal life. Let us seek God more. Let us pursue God more. Let us continue to seek God more.